വാർദ്ധക്യ പെൻഷൻ അപേക്ഷിക്കാൻ വേണ്ടിയാണല്ലേ? ഇപ്പൊ എത്ര വയസ്സായി ചേച്ചിക്ക്? 64. 64. ചേച്ചിനെ കണ്ടു കഴിഞ്ഞാൽ വാർദ്ധക്യ പെൻഷൻ അപേക്ഷിക്കാനുള്ള ഇതൊന്നും തോന്നുന്നില്ല. ഈ മുടിയൊക്കെ ഡൈ ചെയ്ത് നടന്നു കഴിഞ്ഞാൽ എങ്ങനെ പെൻഷൻ കിട്ടാനാ? ഇനിയിപ്പോ ഒരു കാര്യം അതിപ്പോ നമ്മള് ഫോട്ടോ എടുത്ത് വെച്ചാലും ഇതിപ്പോ കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ലേ. അപ്പൊ മുടിയൊക്കെ കളറ് ചെയ്യാണ്ട് അതൊക്കെ ഒന്ന് നരച്ചിട്ടൊന്ന് വാ. ഫോൺ നമ്പർ ഒന്ന് പറയും. നമ്പർ കാണാതെ അറിയില്ല. ഫോൺ നമ്പർ അറിയൂലേ? ഇതിപ്പോ എന്താ ഇപ്പൊ ഇവരെല്ലാവരും ചേച്ചി ഇപ്പൊ തന്നെ ശരിയാക്ക എന്ത് തിരക്ക് പിടിക്കല്ലേ. ഇപ്പൊ ഓരോരുത്തർ വന്ന് പോയിക്കൊണ്ടിരിക്കല്ലേ. നമ്മളിവിടെ ചുമ്മാ ഇരിക്കുന്നതല്ലോ. നമ്മള് രാവിലെ മുതൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കുന്നതല്ലേ. ചേട്ടൻ ഒരു കാര്യം ചേട്ടൻ എന്റെ നമ്പർ ഞാൻ ചേട്ടന് തരാം. രാത്രി 12 മണിക്ക് ശേഷം വിളിക്കൊന്നും ചെയ്യല്ലേ. അപ്ലോഡ് ചെയ്യട്ടെ? ചെയ്തോ. അയ്യോ ചേട്ടാ, സെർവർ ഇല്ലല്ലോ ചേട്ടാ. എന്റെ 1 മണിക്കൂർ കളഞ്ഞു. സെർവർ ഇല്ലത്, സെർവർ കാണിക്കണില്ലത്. ഇതിപ്പോ സെർവറൊക്കെ പോയി കിടക്കുക. ഇവിടെ ഈ പരിസരത്തുള്ള ഒരു അക്ഷയിലും സെർവർ ഇല്ല. നമ്മള് രാവിലെ മുതൽ ഈ അപ്ഡേഷൻ വന്നവരൊക്കെ സെർവർ ഇല്ലാണ്ടിരിക്കുക. ഈ ഫോട്ടോ കണ്ടിട്ട് നല്ല മാറ്റമുണ്ട്, നല്ല വ്യത്യാസം ഉണ്ടല്ലോ. ഇത് ഈ ഫോട്ടോ വെച്ചിട്ട് നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റൂല. അപ്പൊ ഇത് വെച്ചിട്ട് പറ്റൂല. പുതിയൊരു ഫോട്ടോ എടുത്തിട്ട് വാ. എന്റെ ചേച്ചി ഗ്യാസിന്റെ മസ്റ്ററിങ് ചെയ്യാൻ ചേച്ചിയുടെ പേരിലാണോ ഗ്യാസിന്റെ കണക്ഷൻ വരുന്നത്? എന്റെ പേരിലാ. അതെ. ചേച്ചിയുടെ ആധാർ കാർഡ് കൊണ്ടുവന്നിട്ടുണ്ടോ? ആധാർ കാർഡ് പാനുമായിട്ട് ലിങ്ക് ആണോ? അതെ. പിന്നെ റേഷൻ കാർഡ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട്. ഗ്യാസിന്റെ ബുക്ക് ഉണ്ട്. ഗ്യാസ് കുറ്റി കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. എന്റെ ചേച്ചി നിങ്ങൾ ഗ്യാസ് മേടിക്കുന്നുണ്ടെന്നല്ലേ നമുക്കൊരു തെളിവ് വേണ്ടേ. അപ്പൊ നിങ്ങളും ഗ്യാസ് കുറ്റിയെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് ഇതിന്റെ അകത്ത് അപ്ലോഡ് ചെയ്താലാണ് അതിന്റെ മസ്റ്ററിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. അപ്പൊ ചേച്ചി ഒരു കാര്യം ചെയ്യൂ, ഗ്യാസ് കുറ്റി ഒരു ഓർഡർ വിളിച്ച് കൊണ്ടുപോവാ. എന്നിട്ട് നമുക്ക് നാളെ അതിന്റെ ഫോട്ടോ എടുത്ത് അത് അപ്ലോഡ് ചെയ്തിട്ട് വേണം അതിന്റെ മസ്റ്ററിംഗ് ചെയ്യാനായിട്ട്. അപ്പൊ പോയിക്കോളൂ കേട്ടോ. ശിവസാറ ചോറിനാറായോ? എന്താ കറി? എന്താ? ക്യാബേജാ. ക്യാബേജ് ഇല്ല, ക്യാബേജ് വേണ്ട, തൈറോയിഡ് ആണേ. ആധാർ കാർഡിലെ ഫോട്ടോ ഇതും വലിയ മാറ്റമൊന്നും ഇല്ലാന്ന്. ഇപ്പൊ അങ്ങനെ മാറ്റമുണ്ട്. ചില ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ആധാർ കാർഡിലെ ഫോട്ടോ കണ്ട് എന്റെ പൊന്നോ അത് ഇവരാണെന്ന് പറയേയില്ല. ഇവരുടെ അപ്പുറത്തെ വീട്ടിലെ ഏതോ ഭായിയുടെ ഫോട്ടോ എടുത്ത് വെച്ചേക്കണ പോലെയൊക്കെയാണ്. ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഉണ്ടോ? ചെറുതായിട്ട്. നോക്കട്ടെ കേട്ടോ. പാസ്സായിട്ടുണ്ടേ, പക്ഷെ ഒരെണ്ണത്തിന് സിയാ. അതെന്താ പറ്റിയേ? ഒന്നും പഠിച്ചൊന്നും ഇല്ലായിരുന്നു. എന്റെ മോൾക്ക് ഉണ്ടല്ലോ, അത് +2 ഫുൾ A+ ആണ്. എന്നായിരുന്നേ? മരണ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടാണ്. എല്ലാ പേപ്പറുകളും കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട്. നമുക്കിപ്പോ നിങ്ങളുടെ ഈ മരിച്ച ആളുടെ ആധാർ കാർഡ് വേണം, ആധാർ കാർഡ് പാൻ കാർഡായിട്ട് ലിങ്ക് ചെയ്യണം, പിന്നെ മരിച്ച ആളുടെ ഫോട്ടോ വേണം. പിന്നെ ഈ മരിച്ച ആള് വന്നിട്ടുണ്ടോ? അയ്യോ ഇല്ല. അപ്പോ അത് പക്ഷെ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ ഈ മരിച്ചു എന്നുള്ളത് നമുക്കൊരു ഉറപ്പ് വേണമല്ലോ. അപ്പൊ മരിച്ച ആളെ ഇവിടെ ഒന്ന് കൊണ്ടുവരുന്നെങ്കിൽ നല്ലതായിരുന്നു. ആള് നിർത്തിയിട്ട് ഒരു ഫോട്ടോ എടുക്കണേ. അല്ലെങ്കിൽ വേണ്ട, കുഴപ്പമില്ല. ഈ മരിച്ചെടുക്കുന്നതിന്റെ ഫോട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതില്ല കേട്ടോ. ഇല്ല. അപ്പൊ അതെന്ത് ചെയ്യും സാറേ? ശിവ സാറേ അതെന്ത് ചെയ്യും? അത് ഇവർക്ക് മരണ സർട്ടിഫിക്കറ്റ് വേണേനും ഫ്ലെക്സ് ഉണ്ടോ എന്ന് ചോദിക്കേ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, മറ്റേ മരിച്ചപ്പോ ഈ ഫ്ലെക്സ് തൂക്കിയില്ലായിരുന്നു, ആ ഫ്ലെക്സ് എങ്കിലും ഉണ്ടോ? നമുക്കിപ്പോ തെളിവ് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിട്ടായിരുന്നു. പോസ്റ്റലുണ്ട്. അന്നത് പോയിട്ടേ മരിച്ചാളുടെ ഫ്ലെക്സ് അടിച്ചതിന്റെ ഫോട്ടോ കൊണ്ടുവന്നിട്ട് അത് ഇതിന്റെ ഉള്ളിൽ ഒരു ഫോട്ടോ എടുത്ത് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അതൊന്ന് കൊണ്ടുപോവാ. ചേച്ചി ആ സോമൻചാന്റെ വീട്ടിലത്തെ അപ്പുറത്തെ വീട്ടിലെ ആ രാജപ്പൻചാന്റെ വീട്ടിലുള്ളതല്ലേ? നിങ്ങൾക്ക് ഇപ്പോഴും BPL ആണോ കാർഡ്? അതെങ്ങനെ ചേച്ചി ശരിയാവുന്നേ? 2500 സ്ക്വയർ ഫീറ്റിന്റെ വീടും നിങ്ങളുടെ മോൻ ഗൾഫില്, ഇപ്പോഴും എന്നിട്ട് BPL ആണോ റേഷൻ കാർഡ് വരുന്നേ? സാറേ ഇത് കേൾക്കണം. ഇതിപ്പോ നമ്മള് പാവപ്പെട്ട ആൾക്കാർക്കൊന്നും BPL അല്ല. ഇവരെ പോലെ വലിയ പണക്കാർക്കൊക്കെ BPL കാർഡ്, 30 കിലോ അരി. അതിപ്പോ കൊള്ളാലോ. അത് ഒന്ന് റിപ്പോർട്ട് എടുത്താൽ തീരാവുന്ന പ്രശ്നമൊക്കെ ഉള്ളൂ. നാട്ടുകാരൊക്കെ സൂക്ഷിച്ചോ കേട്ടോ. നമ്മളായിട്ട് ഇതൊന്നും പറഞ്ഞൊന്നും കൊടുക്കത്തൊന്നുമില്ല. ഇതിപ്പോ എന്താ വേണ്ട? വായ്പ വേണം. എന്തിനാ വായ്പയ്ക്ക് എടുക്കുന്നത്? നിങ്ങളുടെ കയ്യിൽ ഇഷ്ടം പോലെ പൈസയല്ലേ? മോൻ ഗൾഫില്, മോളെ കെട്ടിച്ച് ഓസ്ട്രേലിയയില്. അപ്പൊ അങ്ങനെ ഒരു വായ്പയുടെ ആവശ്യമുണ്ടോ? ഈ ജനസേവന കേന്ദ്രം എന്ന് പറയുന്നത് ഞങ്ങളെ സേവിക്കാനിരിക്കണ്ടല്ലോ. അത് നിന്റെ കുടുംബത്തിൽ നിന്ന് എടുത്തതാണല്ലോ പറഞ്ഞത്. എന്ത് ചോദിച്ചാലും അതെ. എപ്പോൾ വന്നാലും അവർക്ക് ഇവിടെ സർവർ ഉണ്ടാവില്ല, അല്ലെങ്കിൽ നെറ്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ കറണ്ട് ഉണ്ടാവില്ല. ഇനിയൊക്കെ സഹിക്കേണ്ട കാര്യം എന്താ? ഞാനേ ഇന്നിപ്പോ ഉച്ചേന്റെ ലീവാണ്. ശിവസാറ് നോക്കും. ശിവസാർ അത് ചെയ്യണം. എന്റെ ഇതുപോലത്തെ ശിവസാറിന്റെ അടുത്ത്